My dear students, ഇന്ന് നമുക്ക് Vedic maths പഠിക്കാം. Vedic mathsല് 2-digit നമ്പേഴ്സിന്റെ സ്ക്വയർ കാണാനാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ ചില ഷോർട്ട് കട്ട്സ് ഉണ്ട്, അത് നമ്മൾ പഠിക്കും. സ്ക്വയർ ഓഫ് 2-digit numbers. നമ്മളിപ്പോ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ അങ്ങനെ 25 സ്ക്വയർ വരെ ബൈ ഹാർട്ട് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇതിനേക്കാൾ വലിയ നമ്പേഴ്സ് വരുമ്പോൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡുണ്ട്, അത് പറയാൻ പോവുകയാണ്. ഇതിൽ ആദ്യം നല്ല ടൈപ്പ് 1 പറയുന്നത് യൂണിറ്റ് പ്ലേസിൽ 5 വരുന്ന നമ്പേഴ്സ്. യൂണിറ്റ് പ്ലേസിൽ 5 വരുന്നു. ഫോർ എക്സാമ്പിൾ 15 സ്ക്വയർ, 25 square, 35 square, 45 square, 55 square, 65 square, 75 square, 85 square, 95 square. 15 square നമുക്ക് 225 എന്ന് എല്ലാവർക്കും അറിയാം. ഇത് 625, ഇത് 1225, ഇത് 2025, ഇത് 3025, ഇത് 4225, ഇത് 5625, ഇത് 7225, 9025. ഞാനത് വൈഹാർട്ടാക്കി വെച്ച് കാണാതെ പഠിച്ചു വെച്ചതല്ല, ഞാൻ അല്ലാതെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇതേ സ്പീഡിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. പിന്നെ മെത്തേഡ് ഇതാണ്. ഞാനിവിടെ ആദ്യം 15 സ്ക്വയർ പറഞ്ഞല്ലോ. ഇതിൽ 10th പ്ലേസിൽ ആരാ ഉള്ളത്? 1 അല്ലേ ഉള്ളത്. ഇതിന്റെ അടുത്ത നമ്പർ ആരാണ്? 1 കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ പറയുമ്പോൾ നാച്ചുറൽ നമ്പർ 1, 2, 3 എന്നല്ലേ പറയും. 1 കഴിഞ്ഞാൽ അടുത്ത നമ്പർ 2 അല്ലേ. ആ 1ന് അടുത്ത നെക്സ്റ്റ് നമ്പറോട് ഇന്ത്യ 1 into 2 എന്ന് എഴുതിയിട്ട് പിന്നെ 25 ചേർത്ത് എഴുതിയാൽ മതി. 1 into 2 പിന്നെ 25 ചേർത്ത് എഴുതുക. അതുപോലെ 25 സ്ക്വയർ എഴുതുമ്പോൾ എങ്ങനെ എടുക്കണം? 2, നെക്സ്റ്റ് നമ്പർ ആരാ? 3, 3 into 2 6, എന്നിട്ട് 25 എഴുതുക. ഇങ്ങനെയാണ് ഞാൻ ചെയ്തത്. 3 വരുമ്പോഴോ 3 into 4 12, പിന്നെ 25. 4 വരുമ്പോൾ 4 into 5 20, 25 ചേർത്ത് എഴുതുക. 5 വരുമ്പോഴോ 5 into 6 30, 25. 6 into 7 42, 7 into 8 56, 8 into 9 72, 9 into 10 90. 25 ചേർത്ത് എഴുതിയാൽ മതി. ഇതാണ് എൻ്റെ മെത്തേഡ്. നമുക്ക് ഇൻ ജനറൽ ഇങ്ങനെ വേണമെന്ന് നമുക്ക് പറയാം. n5 whole square equals n into n plus 1 into 25. ഇതാണ് ജനറൽ മെത്തേഡ്. ഇതിന് 1 കൊടുത്താലോ 1 into 1 plus 1, 1 into 2 225 ആണ്. 2 കൊടുക്കുമ്പോഴോ 25 സ്ക്വയർ 2 into 3 625. ഇവിടെ 3 ആണ് കൊടുക്കുന്നതെങ്കിൽ 3 into 4 ഉണ്ട് 1225. In general നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? n5 whole square is same as n into n plus 1 into 25. ഇത് പഠിച്ചിരുന്നാൽ മതി. ഇത് 5 വരുന്ന യൂണിറ്റ് പ്ലേസ് 5 വരുമ്പോൾ മാത്രമേ നമുക്ക് ഈ ഒരു ഷോർട്ട് കട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത് ഞാൻ പറയാൻ പോകുന്നത് ജനറൽ മെത്തേഡാണ്. നമുക്ക് അടുത്ത് ജനറൽ മെത്തേഡ് പഠിക്കാം. അത് 5 വന്നാലും ഏത് വന്നാലും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ്. അതാണ് അടുത്ത ടൈപ്പ് 2 ജനറൽ മെത്തേഡ്. ഏത് നമ്പർ, ഏത് 2-digit നമ്പർ, ഏത് 2-digit നമ്പറിന്റെയും സ്ക്വയർ കണ്ടുപിടിക്കുന്നതിനുള്ള ഷോർട്ട് കട്ടാണ് അടുത്ത് പറയാൻ പോകുന്നത്. നമുക്ക് 54 എടുക്കാം. ഇതിന്റെ മെത്തേഡ് ഇതാണ്. ആദ്യം ഈ 5ന്റെ സ്ക്വയർ എഴുതുക 25, 4ന്റെ സ്ക്വയർ 60. അങ്ങനെ എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? ഇതെങ്ങനെ എഴുതി? 5ന്റെ സ്ക്വയർ എടുക്കുക 25, 4ന്റെ സ്ക്വയർ 60.
അടുത്ത ഇത് മൂന്നും കൂടെ ഇൻറ്റു ചെയ്യുക. 5 into 4 20, 20 into 40. ആ 40 ഇവിടെ എഴുതണം. അത് ഈ യൂണിറ്റ് പ്ലേസിന് നേരെ എഴുതരുത്. ഇത് ആഡ് ചെയ്ത് നോക്കുക. എന്ത് കിട്ടും? 2916. 54 സ്ക്വയർ എന്ന് പറയുന്ന ആരായിരിക്കും? 2916 ആയിരിക്കും. അടുത്ത 67 നോക്കാം. 67ന്റെ സ്ക്വയർ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു? 6ന്റെ സ്ക്വയർ 96, 7 സ്ക്വയർ 49. രണ്ടിന്റെ സ്ക്വയറുകൾ എഴുതും. ഇനിയോ 6 into 7 42, 42 into 2 84. അത് 84 ഇവിടെ എഴുതുക. ഇത് ആഡ് ചെയ്ത് നോക്കുക. അതാണ് ഇവിടെ എഴുതാൻ. 9 8 4489 എന്ന് കിട്ടും. ഇതാണ് 67ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ. അടുത്ത് നമുക്ക് രണ്ടൊന്നും എഴുതി നോക്കാം. 72 സ്ക്വയർ 7 സ്ക്വയർ 49. 2 സ്ക്വയർ 4 വരുള്ളത് 2 ഡിജിറ്റ് നമ്പറായിട്ട് എഴുതിക്കോളാം. നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെയൊക്കെ നമുക്ക് 2 ഡിജിറ്റ് നമ്പർ തന്നെ കിട്ടി. 2 വരുമ്പോൾ 2 സ്ക്വയർ 4 വരും. 0 4 ഇടണം. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. ഇനി എന്താ? 7 into 2 14 into 2 20. ഇത് ആഡ് ചെയ്ത് എഴുതിയാൽ മതി. എങ്ങനെ ഉണ്ടാവും? 84 51. 51 84 എന്ന് കിട്ടും. 72 സ്ക്വയർ എന്ന് പറയുമ്പോൾ 51 84 എന്ന് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള എഴുതാം. നമ്മുടെ എഴുതി നോക്കാം. 85 സ്ക്വയർ 85 സ്ക്വയർ ആകുമ്പോൾ 8 സ്ക്വയർ 64, 5 സ്ക്വയർ 25, 8 into 4 എത്ര? 40, 40 into 2 80. ഇത് ആഡ് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ ഉണ്ടാവും? 7225. ഇത് നമ്മൾ നേരത്തെ 85 സ്ക്വയർ നേരത്തെ എഴുതിയിരുന്നു. അത് വേറൊരു രീതിയിലാണ് ചെയ്തത്. എങ്ങനെ ചെയ്തത്? 5 വരുമ്പോൾ വേറെ മെത്തേഡ് നോക്കുന്നുണ്ട്. ഷോർട്ട് കട്ട്. 8 വരുമ്പോൾ 8ന്റെ അടുത്ത നമ്പർ 9 ഇല്ല. 8 into 9 72. 72ന്റെ കൂടെ 25 ചേർത്ത് എഴുതാൻ പറ്റും. 5 വരുമ്പോൾ നമുക്ക് ആ മെത്തേഡാണ് കുറച്ചൊരു സിമ്പിൾ. ഇത് ഏത് വന്നാൽ 5 ഏത് യൂണിറ്റ് പ്ലേസിന് ആദ്യം വന്നാൽ യൂണിറ്റ് പ്ലേസ് 5 വരുന്നതാണ് ആദ്യം പറഞ്ഞത്. ഇത് ഏത് വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജനറൽ മെത്തേഡാണ് എഴുതി കാണിക്കുന്നത്. മനസ്സിലാകുന്നില്ല ഇവിടെ എഴുതിയത്. ഇപ്പൊ നമുക്ക് 9 വരുന്ന എഴുതി നോക്കാം. നമുക്ക് 96ന്റെ സ്ക്വയർ നോക്കാം. എങ്ങനെയാ നോക്കേണ്ടത്? 9ന്റെ സ്ക്വയർ 81, 6 സ്ക്വയർ 36. അടുത്ത എങ്ങനെ? 9 into 6 54, 54 into 2 108. ഇത് ഇങ്ങനെയാണ് എഴുതാം. നേരത്തെ 2 ഡിജിറ്റ് വന്നു. ഇവിടെ 3 ഡിജിറ്റ് വരുന്നു. ഇതാണ് എന്റെ മെത്തേഡ്. അപ്പൊ എന്താണ്ടാവും ആൻസർ? 9216 അല്ലെ? 9216. മനസ്സിലായല്ലോ? നമുക്ക് 3 ഡിജിറ്റ് എന്ന് പറഞ്ഞത്. അടുത്ത് വേറെ ഒന്ന് നോക്കാം. 97 നോക്കാം. 9 സ്ക്വയർ 81, 7 സ്ക്വയർ 49. അടുത്ത് 9 അല്ലേ? 63 into 2 126. ആൻസർ എന്തായി? 9049. 9409 എന്ന് കിട്ടും അല്ലേ? ഒന്നുകൂടെ എഴുതി നോക്കാം. 99 സ്ക്വയർ 81, 81. 99 81 ആകുമ്പോൾ വരും 162. അപ്പോൾ 1089 980. മനസ്സിലായില്ലേ? നമ്മളിന്ന് പഠിച്ചത് സ്ക്വയർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ ആണല്ലോ?